അനുതാപത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് ആഭിമുഖ്യത്തോടുകൂടി ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴേ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്, കൈക്കൂലി വാങ്ങിക്കരുതെന്ന് എൻ്റെ അർത്ഥം. കൈക്കൂലി വാങ്ങിക്കരുത്. അപ്പം നമ്മളൊക്കെ ഈ കൈക്കൂലിയൊക്കെ വാങ്ങിക്കാതിരുന്നാൽ തന്നെ അത് വലിയ അനുഗ്രഹമായിട്ട് മാറിച്ചിരിക്കുക. ദൈവനാമത്തിൽ കാഴ്ചവെക്കണമെന്നേ ഉള്ളൂ. ഇത് ലൂക്കായുടെ സുവിശേഷമാണ് 3, 11, 12, 13, 14 തിരുവചനങ്ങളിലെ. ഇതൊന്നും യഹൂദന്മാരോട് പറഞ്ഞതല്ല, അക്രൈസ്തവരോടും അതായത് അയഹൂദന്മാരോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം എല്ലാവരോടും പൊതുവായിട്ട്. അതായത് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് പൊതുവായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതത് മനസ്സിലാക്കി ഇത് ഞങ്ങൾക്ക് ഇതിൻ്റെ ബാധകമൊന്നും അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ലഭിക്കത്തില്ല. അപ്പം ബാധകമാണെന്ന് പറഞ്ഞാൽ തീർന്ന കാര്യം. അതോടുകൂടി നിൻ്റെ കുടുംബം രക്ഷപ്പെടാൻ തുടങ്ങും. അച്ഛനീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും 101% സത്യമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ വചനം സ്വീകരിച്ച് നടപ്പിൽ വരുത്തി അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതെല്ലാം നമുക്കറിയാം. ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നിങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങളാണ്, അല്ലെ ക്രൈസ്തവരാണ്, പക്ഷെ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിലാണ് ഇതുപോലുള്ള സൽപ്രവൃത്തികൾ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുന്നത് നിങ്ങളുടെ മനുഷ്യാത്മാവല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവാണ് അത് ചെയ്യണത്. പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാവരിലും ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. ക്രിസ്തുവിന് മുമ്പ് പ്രവർത്തിച്ചവരിൽ പോലും ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. കാര്യം എന്താണ്? ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ 12 വായിക്കും, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നുവെന്ന്. അപ്പം ക്രിസ്തുവിന് മുമ്പും പ്രവർത്തിച്ചവരിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റൂത്തിനെ കണ്ടില്ല. ഇപ്പോൾ റൂത്ത് അവളുടെ ഭർത്താവ് മരിച്ചു, മഹാസങ്കടത്തിലായിപ്പോയി. അവളുടെ അമ്മായിയപ്പൻ മരിച്ചു. അപ്പോഴവളുടെ അമ്മായിയമ്മ നവോമി വിധവയായി. ഒരു കുടുംബം അങ്ങനെ തന്നെ ഛിന്നഭിന്നമായി. നവോമി സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു പോരുമ്പോൾ റൂത്ത് പറഞ്ഞു. അപ്പോൾ റൂത്തിനോട് നവോമി പറഞ്ഞു, മോള് ഇപ്പോൾ ഹസ്ബൻഡ് ഇല്ലല്ലോ നിനക്ക്, നീ ചെറുപ്പമല്ലേ, നീ നിൻ്റെ സ്വന്തം നാട്ടിൽ പോയി മോവാബ് ദേശത്ത് പോയി പുതിയ കല്യാണം കഴിച്ച് നീ ജീവിക്കൂ. ഈ വൃദ്ധയായ എന്നെ നോക്കി നിൻ്റെ ജീവിതം എന്തിനാ സ്പോയിൽ ചെയ്യണതെന്ന് നല്ല വാക്ക് പറഞ്ഞ് യാത്രയാക്കും റൂത്തിനെ. അപ്പം റൂത്ത് പറയേണ്ടൊരു വാക്കുണ്ട്. എന്താണ്? ഞാൻ അമ്മയെ വിട്ട് ഇപ്പോൾ 1:6 റൂത്തിൻ്റെ പുസ്തകം 1:6, 1:9 വായിക്കുമ്പോൾ അമ്മയുടെ, അതായത് ഞാൻ അമ്മയെ വിട്ട് പോകത്തില്ല. നമ്മളിപ്പോൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്? ക്രിസ്തുവിന് മുമ്പുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവിനെക്കുറിച്ചാണ് സംസാരിക്കണത്. എപ്പോഴും മനസ്സിലാക്കണം, ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് മുമ്പുമുണ്ട്, ക്രിസ്തുവിന് ശേഷവുമുണ്ട്. ആരെല്ലാം നന്മ പ്രവർത്തികൾ ചെയ്യുന്നോ അത് ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഇറ്റ് ഈസ് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. ദാറ്റ്സ് എ പോയിന്റ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ വചനങ്ങൾ അന്തരാളങ്ങളിലെ അന്തരാർത്ഥത്തിലെ മനസ്സിലാക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അമ്മയെ ഞാൻ വിട്ടു പോകത്തില്ല. അമ്മയുടെ നാടാണ് എൻ്റെ നാട്. അമ്മയുടെ ചർച്ചക്കാർ ആണ് എൻ്റെ ചർച്ചക്കാർ.
എന്നിട്ട് റൂത്ത് ഒരു വാക്ക് പറയും. എന്താ പറഞ്ഞത്? അമ്മയുടെ ദൈവമാണ് എൻ്റെയും ദൈവം. റൂത്ത് 1:16 അമ്മയുടെ ദൈവമാണ് എൻ്റെയും ദൈവം എന്ന്. എന്നിട്ട് നമുക്കറിയാം ഇത് ഇവരിലെല്ലാം എന്തുമൊക്കെ ഒരു ഈ റൂത്ത് അവസാനം ബോവാസിനെ വിവാഹം കഴിക്കും. ബത്ലഹേമിൽ വന്ന് അവർക്ക് ഒബേദ് എന്ന് പറഞ്ഞ മകൻ ജനിക്കും. ഒബേദിന് പിന്നീട് ജെസ്സ ജനിക്കും. ജെസ്സയ്ക്ക് പിന്നെ ദാവീദ് ജനിക്കും. അങ്ങനെ ദാവീദ് വംശത്തിൽ ഈശോ ജനിക്കും. അപ്പോൾ ഇവർക്കെല്ലാം എന്തോ ഒരു ക്ലൂ ഉണ്ട് അവരുടെ ഉള്ളിലെല്ലാം. അവരിങ്ങനെയൊക്കെ പറയുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിക്കണ ഒരു ആത്മാവുണ്ട് റൂത്തിലുണ്ടത്. റാഹാബിലും അങ്ങനെ തന്നെയാണ്. റാഹാബിലെ ജെറിക്കോയിലെ റാഹാബ്, അപ്പോൾ ജെറിക്കോ പട്ടണം കീഴടക്കാൻ വേണ്ടി വരുമ്പോൾ റാഹാബ് ആ നഗര കവാടത്തിൽ താമസിക്കുന്നുണ്ടാവും. അവിടെയാണ് ഉറ്റുനോക്കാൻ വന്നവർ താമസിക്കുന്നത്. പക്ഷെ വേണമെങ്കിൽ അവരെ ഒറ്റിക്കൊടുക്കാം റാഹാബിനെ. റാഹാബ് ഒറ്റിക്കൊടുക്കത്തില്ല. റാഹാബ് ഒറ്റിക്കൊടുക്കാതെ റാഹാബ് പറയും, എനിക്ക് തോന്നണത് ഈ ദേശം നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന്. അപ്പം നമ്മൾ യോശുവ 2:9 വായിക്കുമ്പോൾ റാഹാബിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പിരിറ്റാണത്. എൻ്റെ മനസ്സ് പറയണേ ഈ ദേശം നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് തരും. എന്നിട്ട് റാഹാബ് വേറെയും കുറച്ച് കാര്യം പറയും. 1:10 ചില പറയും, അതായത് ആകാശത്തിലും ഭൂമിയിലും കർത്താവല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയും. റാഹാബ് ആരാണ്? ഒരു വിജാതി സ്ത്രീയാണ്. റൂത്ത് ആരാണ്? ഒരു വിജാതി സ്ത്രീയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളിൽ വരണ ഒരു വാക്കില്ലേ, ഇപ്പം അവരെ വിജാതീയ സ്ത്രീയാണെങ്കിലും അവരെ കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതേക്കുറിച്ച് പിന്നീട് പൗലോസ് പറയണത്, ഇപ്പം ജോഷോ 1:9 ആയാലും അല്ല 2:9 ആയാലും റാഹാബ് പറയുന്നത് കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തരുമെന്ന് പറയുമ്പോഴും അതിലെല്ലാം ദൈവത്തിൻ്റെ ഒരു വചനമുണ്ട്. ദൈവത്തിൻ്റെ ഒരു നടക്കാൻ പോണ ഒരു പ്രവചനമാണിതെല്ലാം. ഈ അർത്ഥത്തിൽ റൂത്തും പ്രവാചികയാണ്. ഈ അർത്ഥത്തിൽ റാഹാബും പ്രവാചികയാണ്. വിജാതിയരാണ്, പക്ഷെ അവർ പ്രവാചകരാണ്. എന്താ കാര്യം? ദൈവികമായ പദ്ധതി അവരുടെ ഉള്ളിൽ ദൈവം പ്രചോദിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പിന്നീട് പത്രോസ്ലീഹ പറയും. അതായത് പത്രോസ്ലീഹ എന്നാ പറയണത്? 1 പത്രോസ് 1:10 നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെക്കുറിച്ച്, അതായത് ഈ റൂത്തിനും റാഹാബിനും മറ്റ് പ്രവാചകന്മാർക്കും അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെക്കുറിച്ച് അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു. ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള റൂത്തും അവരെ പ്രിസ്ക്രൈബ്ഡായിട്ട് അവരെ പ്രവാചകന്മാരെന്ന് വിളിക്കണില്ലെങ്കിൽ പോലും അവരാ ഫങ്ഷൻ ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. റൂത്തും പറഞ്ഞത് എന്താണ് പറയുന്നത്? അമ്മയുടെ ദൈവം എൻ്റെയും ദൈവം. അത് പ്രവചനമാണ് ശരിക്കും. പിന്നീട് അങ്ങനെ സംഭവിക്കുകയും ചെയ്യും. ബോവാസിനെ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അത് വരാൻ പോകുന്ന സംഭവമാണ് പറയണത്. അമ്മയുടെ ദൈവം എൻ്റെയും ദൈവം. റൂത്ത് 1:16. അത് തന്നെയാണ് ജോഷുവ 2:9 പറയണത്. എന്താ പറയണത്? ഈ ദേശം കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഭൂലോകത്ത് കർത്താവല്ലാതെ വേറെ ദൈവമില്ല, ഭൂമിയിലായാലും ആകാശത്ത്. റാഹാബ് പറയണതാണ്. അപ്പോൾ ഇവരെ കൊണ്ടെല്ലാം പറയിപ്പിച്ചത് ആരാണെന്നാണ്, ഈ പ്രവചനങ്ങളെല്ലാം പറയിപ്പിച്ചത് ആരാണെന്നാണ് പത്രോസ് പറയണത്. വിശുദ്ധ പത്രോസ് ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തമഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. ആര് മുൻകൂട്ടി പ്രവചിച്ചാലും അത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ് പ്രവചിക്കുന്നത്. ഇപ്പോൾ റാഹാബിലുണ്ടായിരുന്നതും റൂത്തിലുണ്ടായിരുന്നതും എല്ലാം ഇതുകൊണ്ടാണ് ഇവർ പിന്നീട് രക്ഷാവൃക്ഷത്തിലെ അമ്മമാരായിട്ട് മാറാൻ കാര്യം. രക്ഷാവൃക്ഷത്തിലെ കാര്യം ക്രിസ്തുവിൻ്റെ ആത്മാവ് വല്ല ഉണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ ആത്മാവ് വല്ല ഉണ്ടതുകൊണ്ടാണ് അവർക്ക് ആ പ്രവചനം കിട്ടിയത്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ രക്ഷാവൃക്ഷത്തിലെ അമ്മമാരായിട്ട് മാറും. പിന്നീട്
അതായത് റൂത്ത് ബോവാസിൻ്റെ പിതാവായിരുന്നു സാൽമോന് ഇപ്പം നമ്മൾ മത്തായിയുടെ ശ്ലീഹായുടെ സുവിശേഷമൊക്കെ 1:5 വായിക്കുമ്പോൾ സാൽമോൻ ബോവാസിൻ്റെ പിതാവാണ്. അപ്പോൾ ബോവാസിൽ നിന്ന് ഒബേദ് ജനിച്ചു. റൂത്തിൻ്റെ ഭർത്താവാണ് ബോവാസ്. ഒബേദിൽ നിന്ന് ജസ്സെ ജനിച്ചു. ജസ്സയിൽ നിന്ന് ദാവീദ്. അപ്പോൾ നോക്കിയേ, ഇവർ രക്ഷാവൃക്ഷത്തിലെ അമ്മമാരെ റൂത്ത് മാറിയത് എന്തുകൊണ്ടാണ്? ഇവരിൽ ഈ ദൈവജ്ഞാനം, ദൈവാത്മാവ് കുടികൊണ്ടുപോകണം, ക്രിസ്തുവിൻ്റെ ആത്മാവ് കുടികൊണ്ടു. അതുകൊണ്ടാണ് പൗലോസ് പിന്നീട് ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ പൗലോസ് പറയും, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവരാണ് ക്രിസ്തുവിനുള്ളവരെന്ന്. ക്രിസ്തുവിനിപ്പോൾ നമ്മൾ റോമ 8:9 വായിക്കുമ്പോൾ വളരെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വളരെ ഹൃദ്യമായി സംസാരിക്കുന്നുണ്ട് അവിടെ ഈ വിഷയത്തെക്കുറിച്ച്. ക്രിസ്തുവിൻ്റെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. റോമ 8:9 ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല. അപ്പോൾ റൂത്ത് ജഡികയല്ല ശരിക്കും. അതുപോലെ തന്നെ റാഹാബും ജഡികയല്ല. നമ്മളവരെ വേശ്യ എന്നൊക്കെ പറയും. പക്ഷെ പ്രശ്നം എന്താ, ഇവരിലെല്ലാം ഈ ആത്മാവ് വസിക്കുന്നുണ്ട്, ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ സൂചനയായിട്ട്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് റോമ 8:9 പറയണത്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. റാഹാബ് ക്രിസ്തുവിനുള്ള ആളാണല്ലോ, റൂത്ത് ക്രിസ്തുവിനുള്ള ആളാണല്ലോ, താമര ക്രിസ്തുവിനുള്ള ആളാണല്ലോ. അപ്പോൾ താമര വേശ്യ എന്ന് പറയും, അവന് റാഹാബ് വേശ്യ എന്ന് പറയും. പക്ഷേ എപ്പോഴും നമ്മൾ കണക്കാക്കുന്ന പോലെയല്ല കാര്യങ്ങളുടെ പോക്ക്. എന്തെങ്കിലും പറയാമെന്നറിയാവോ? ഞാൻ പാപിയാണ്, എനിക്ക് ശിക്ഷ വിധിക്കും, ഇങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. മറിച്ച് അങ്ങനെയുള്ള നിരാശ ഉണ്ടാവരുത്. അതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കാത്തവരും ദൈവത്തിന് അകന്നു പോകുന്നവരും ഇനിയിപ്പോൾ നമ്മൾ ഇനി പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടാനാണെന്ന് വിചാരിച്ചുകൊണ്ട് നിരാശയിൽ നിബദിക്കുന്നവരുണ്ട്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്. അതായത് നീ ദൈവത്തെക്കുറിച്ചോ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ ജീവിത ക്രമീകരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ദാറ്റ് യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ ആത്മാവിലാണ്. അപ്പോൾ നിങ്ങൾ ജഡികരല്ല ശരിക്കും പറഞ്ഞാൽ, അപ്പം ജഡികരല്ല. അതുകൊണ്ടാണ് 8:9 പറയണത്, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവൻ ക്രിസ്തുവിനുള്ളവനാണ് അല്ല എൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവൻ ക്രിസ്തുവിനുള്ളവനാണ്. അപ്പോൾ റാഹാബിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് റാഹാബ് ക്രിസ്തുവിനുള്ള ആളാണ്. അതുകൊണ്ടാണ് റാഹാബ് ജീനിയോളജി വന്നത്. റാഹാബ് രക്ഷാവൃക്ഷത്തിൽ അമ്മയായി മാറാൻ കാര്യം അതാണ്. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അക്രൈസ്തരാകാൻ ചിലപ്പോൾ പാപാവസ്ഥയിൽ കുമ്പസാരം അങ്ങനെ ഉള്ള കൂതാശകളൊന്നും ഉണ്ടാകാവുന്ന ആ സാഹചര്യത്തിലല്ലായിരിക്കും ജീവിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ ദൈവത്തിൻ്റെ വചനത്തെ അനപേക്ഷിതമാവുകയും അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെച്ചാൽ യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. നിങ്ങൾ കർത്താവിൻ്റെ ആത്മാവിലാണ് നയിക്കപ്പെടുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റോമ 8:9 അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനുള്ള വ്യക്തികളാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിപൊളി വചനം മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 1:11 ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ്. ആരിലാണ്? റാഹാവ്, റൂത്ത്, അതുപോലെയുള്ള വിജാതിയരും ചിലപ്പോഴും പാപാവത്തിൽ അവസ്ഥപ്പെട്ടിട്ടുള്ള വ്യക്തികളും അവരിലുണ്ടായിരുന്ന പ്രവാചകന്മാരിലും ഉണ്ടായിരുന്ന പ്രവചിച്ചിട്ടുള്ള ദൈവവചനത്തെക്കുറിച്ചും ദൈവദേശത്തെക്കുറിച്ചും
തിരഞ്ഞെടുക്കപ്പെട്ട ദേശത്ത് സഞ്ചരിച്ചെത്തുന്നതിനെക്കുറിച്ചൊക്കെ ആരല്ല കർത്താവിൻ്റെ ദേശത്തെക്കുറിച്ച്. ഇനി ഇന്നത്തെ കാലത്ത് കർത്താവിൻ്റെ ദേശം എന്ന് പറയുന്നത് എന്താണ്? സ്വർഗമാണ്, നിത്യതയാണ്. യേശുക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് ദൈവപൈതലേ, നീ നിത്യതയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ ആത്മാവിനാണ് നയിക്കപ്പെടുന്നത്, അത് നീ തിരിച്ചറിയണം. അപ്പോൾ അതിനെന്താ പറയണത്? അങ്ങനെയുള്ളവരെ, അവരുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. അവരാകട്ടെ അത് എപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും ചെയ്തു. അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടിരുന്നു. അപ്പം അങ്ങനെ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ആരെങ്കിലും സൽപ്രവർത്തികൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്താൽ, സൽപ്രവർത്തികൾ ബൈബിള് വിഭാവന ചെയ്യുന്ന സൽപ്രവർത്തികൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്താൽ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനാലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനാലാണ് നയിക്കപ്പെട്ടുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്തെങ്കിൽ നിങ്ങൾ സഭയിലെ അംഗമാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ജ്ഞാനസ്നാനപ്പെട്ട് കാണില്ല, പള്ളി വന്ന് കാണത്തില്ല, പക്ഷേ നിങ്ങൾ സഭയുടെ അംഗമാകും. എങ്ങനെയാണ് ആകണത്? കർത്താവിൻ്റെ അത് അങ്ങനെ ചെയ്യുന്നത് വഴി അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. അതായത് 1 പത്രോസ് 1:12 അവർ അപ്പം അങ്ങനെ സൽപ്രവൃത്തികൾ ചെയ്യുന്നത് വഴി അവർ തങ്ങളെ തന്നെയല്ല ശുശ്രൂഷിക്കണത്, മറിച്ച് ആരാണ്? നിങ്ങളെയാണ്. എൻ്റെ കമ്മ്യൂണിറ്റി ചേർച്ചിനെയാണ്, അതായത് ദൈവ ജനത്തെയാണ് ശുശ്രൂഷിക്കുന്നത്, സഭയാണ്. ദാറ്റ് മീൻസ് ദേ ആർ അനോണിമസ് മെമ്പേഴ്സ് ഓഫ് ദി ചേർച്ച്. അതായത് അവർ ചിലപ്പോൾ അനൗദ്യോഗികമായ അജ്ഞാത സഭയിലെ അംഗങ്ങളാണ്. അവർ കർത്താവിൻ്റെ മുമ്പിൽ സഭാ അംഗങ്ങൾ തന്നെയാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്. അവർ തങ്ങളെ തന്നെ, അത് 1 പത്രോസ് 1:12 അങ്ങനെ ചെയ്യുന്നവർ അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കണത്, സഭയെയാണ് ശുശ്രൂഷിക്കണത് എന്ന് അവർക്ക് വെളിപ്പെട്ടിരുന്നു. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി സുവിശേഷ പ്രസംഗകർ ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ, ഞാനിപ്പോൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇതാ സുവിശേഷ പ്രസംഗകരാണ് ഇത് വെളിപ്പെടുത്തി കിട്ടുന്നത്. ശരിക്കും അതാണ് പൗലോസ് അങ്ങനെ പറയണത്. ഇവയിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു. അപ്പോൾ ദൈവികമായ രഹസ്യമാണ്. ആരെങ്കിലും യേശുവിൻ്റെ കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ വചനത്തിന് അനുപേക്ഷണീയമായി ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി നിങ്ങളുടെ സഹജീവികളെയും ആരെ സഹായിച്ചാലും അതെല്ലാം ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ആത്മാവിലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവിലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ അനൗദ്യോഗികമായി സഭയുടെ അദൃശ്യമായിട്ടുള്ള മെമ്പേഴ്സാണ്. സഭയിലെ അദൃശ്യമായിട്ടുള്ള മെമ്പേഴ്സാണെങ്കിൽ, അംഗങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തു നേടിയെടുത്തുള്ള നിത്യരക്ഷ നിങ്ങൾക്കും ഈ ഒരു കാര്യം കൊണ്ട് ലഭിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മ ദിവ്യതേജസ്സോടുകൂടി പ്രത്യക്ഷപ്പെട്ട ഈ മനോഹരമായ സ്വർഗീയമായ അൾത്താരയിൽ ഈശോ ജീവനോടെ സജീവമായി എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയത്താണ് നിങ്ങൾ കർത്താവിൻ്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഇപ്പോഴേ നിങ്ങൾ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ ഇപ്പോഴേ അതീവ വിശ്വാസത്തോടു കൂടി കർത്താവ് ഇപ്പോഴും നിങ്ങളെ സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. വിവിധ രോഗങ്ങളുള്ളവരെ, വിവിധ രോഗങ്ങളുള്ള ഇടങ്ങളിലെല്ലാം ഈ സമയത്ത് നിൻ്റെ കൈകളെ കർത്താവിൻ്റെ നാമത്തിൽ വയ്ക്കണം. ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ ഇത് എല്ലാ ദിവസവും തന്നെ 4 മണിക്ക്, ഇന്നുണ്ടാവത്തില്ല, അച്ഛൻ്റെ ശുശ്രൂഷ ഉണ്ടാകുന്ന ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഗൂഗിൾ മീറ്റ് ഉണ്ട്. ഈ ഗൂഗിൾ മീറ്റിലൊക്കെ വന്ന ആൾക്കാർ സാക്ഷ്യം പറയണത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണു നിറഞ്ഞു പോകും. ഇന്നലെ ബ്രെയിൻ ട്യൂമർ മാറിയ സാക്ഷ്യങ്ങൾ വരെ ആൾക്കാർ പറഞ്ഞു. അതുകൊണ്ട്
കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ തിരുസഭയ്ക്ക് അടയാളം കിട്ടാൻ വേണ്ടി അമ്മ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ആ ഒരു ബോധത്തിൽ വേണം നിങ്ങൾ കൃപാസന ശുശ്രൂഷകളെ ആശ്രയിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി. ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അസുഖങ്ങളെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോനാമത്തെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇപ്പം ഹൃദയത്തിന് വാൽവ് ചുരുക്കമുള്ളവരുണ്ട്, വാൽവ് ബ്ലോക്കുള്ളവരുണ്ട്, ഹൃദയം എല്ലാവരും ചെയ്യുന്നവരുണ്ട്, പൾസ് കുറഞ്ഞവരുണ്ട്, കൂടിയവരുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമത ഉള്ളവർ ഇപ്പോഴേ ദൈവനാമത്തെ നെഞ്ചത്ത് ഇടത് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇടത് നെഞ്ചിൽ കൈവെക്കാം. അവന് ശ്വാസകോശ രോഗികളുണ്ടാവും, ശ്വാസ തടസ്സമുള്ളവരുണ്ടാവും. അവർക്ക് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അവിടെ എല്ലാം വിശുദ്ധമായ രക്തം തളിക്കപ്പെടുന്ന സമയമാണിത്. ഭയത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ദൈവനാമത്തെ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് കൃപാസനത്തിന് 4 വർഷം മുമ്പ് അമ്മ തന്ന വെളിപാടുകളിലൊന്നാണ്. അതുകൊണ്ട് അനേകം മക്കൾ ആ മേഖലയിൽ സാക്ഷ്യം പറയണത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിശ്ചിതമായ രീതിയിൽ നിങ്ങളെ നിർബന്ധിക്കുന്നത്. അതുപോലെ തന്നെ കരൾ വേദന ഉള്ളവരുണ്ട്, കരൾ വീക്കമുള്ളവരുണ്ടാകാം. അപ്പോൾ അവർ കരളിൻ്റെ അവിടെ നെഞ്ചിൻ്റെ പൊട്ടിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കരളിനെ ബിൽറൂബിൻ കൂടുന്നവരുണ്ടാകാം, കരളിന് കളർ മാറുന്നവരും ഇതെല്ലാവരും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ വിചാരിക്കും ഞാനിപ്പോൾ ദൈവനാമത്തിനാണ് കൈവെക്കണത്, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അത് ചുരുങ്ങിയിരിക്കും, പഴയതുപോലെ എൻ്റെ കരളിനെ കർത്താവ് പ്രവർത്തിക്കാൻ അനുവദിക്കും, ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ കരളിൽ കൈവെക്കണത്. പാങ്ക്രിയാസ് രോഗികളുണ്ടാകും, ഷുഗർ രോഗികളുണ്ടാകും. അവർ പാങ്ക്രിയാസിന് അച്ഛൻ കാണിക്കുന്ന ഇടങ്ങളിലെല്ലാം കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. സന്തോഷമായിരിക്കണം നിങ്ങൾ. കാര്യം ദൈവികമായ വലിയ സംഭവങ്ങൾ നടന്നിരിക്കുന്ന ആൾത്താരെയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ചില ആൾക്കാർ പറയും, അച്ഛാ ഞങ്ങളിവിടെ വരുമ്പോൾ ഒരു ശുശ്രൂഷയുമില്ലായിരുന്നു, അച്ഛനുമില്ലായിരുന്നു, പക്ഷേ അമ്മ ഞങ്ങളെ സഹായിച്ചെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ആരില്ലെങ്കിലും അമ്മ ഇവിടെ ഉണ്ടാവും. അമ്മ ഇവിടെ മാത്രമല്ല, ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോൾ മാസ്ക് വെക്കാതെ കോവിഡ് വാർഡിൽ അമ്മ ചെന്ന സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അതാ ഒറ്റപ്പെട്ട സാക്ഷ്യമല്ല. അതിനുശേഷം കോവിഡ് മാറിയ ഒത്തിരിയേറെ ആൾക്കാർ ഓൺലൈനിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയും, പക്ഷേ എന്ത് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ദൈവത്തോട് പറയണം, ദൈവമേ അച്ഛൻ പറഞ്ഞ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെട്ട് ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി അജ്ഞാത സഭയുടെ അംഗമായി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. അക്രൈസ്തവ സഹോദരങ്ങൾ പ്രത്യേകിച്ച്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ശ്രുതികട്ടെ അച്ഛനോട് ചേർന്ന് കർത്താവായ ദൈവമേ, ശ്വാസകോശ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. അങ്ങയുടെ തിരുമുറിവാർന്ന ആണിപ്പെടുതാർന്ന അത്ഭുതകരത്താൽ ഹൃദയ രോഗികളെ സ്പർശിക്കണമേ. ഇപ്പോഴേ കരള രോഗികളെ സ്പർശിക്കണമേ. പാങ്ക്രിയാസ് രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ കരള രോഗികളുടെ കരളിനെ കഴുകണമേ, ഹൃദയത്തെ കഴുകണമേ, വാൽവിന്റെ ബ്ലോക്കുകളെ കഴുകി മാറ്റണമേ. യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങള്, വ്യാധികള് യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.